സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സാർ ഇങ്ങനെ തളരരുത്. രാധിക ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ മഹാദേവൻ എന്ന് പറഞ്ഞ അത് വെറും ഒരു പേരല്ല, അത് എല്ലാവർക്കും എല്ലാ കാര്യത്തിനും ഒരു മാതൃകയാ. ബി സ്ട്രോങ് സർ, എല്ലാം ശരിയാവും. 2 ആഴ്ച കഴിഞ്ഞ ഐസൈറ്റിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങുമല്ലോ. അതിനു മുൻപ് കാര്യങ്ങൾ അറിഞ്ഞ് യമുനമ്മയുടെ എന്തായാലും വരാതിരിക്കില്ല. സാറിന് കാഴ്ച തിരിച്ചു കിട്ടുന്നതുവരെ എന്തിനും ഇതിനും ഞാനുണ്ടാവും സർ. സാറിന് മാത്രമല്ല, ഈ വീട്ടിലെ എല്ലാവർക്കും. നീ ഇവിടെയുള്ളത് എനിക്ക് എത്ര ആശ്വാസമാണെന്ന് പറയാൻ വാക്കുകളില്ല ഗൗതം. മോളെ പ്രീതി, എന്താ അച്ഛനെ നിന്റെ രാധിക ബില്ലിയുടെ അടുത്തേക്ക് കൊണ്ടുപോ. വരൂ അച്ഛാ. എന്റെ ജീവിതത്തിന്റെ വിളക്കായിരുന്ന നീ പോയ ശേഷം എന്റെ പ്രകാശ യമുനയായിരുന്നു. ഇപ്പോ അവളും പോയതോടെ ഞാനാകെ ഇരുട്ടിലായി പോയി രാധിക. ഞാൻ ഇരുട്ടത്ത് തപ്പിത്തടയുമ്പോ എന്റെ കൈപിടിക്കാൻ യമുന ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ യമുന തിരിച്ചു വരണം. അവളെ എങ്ങനെയും നീ തിരിച്ചു കൊണ്ടു തരണം രാധിക. അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എനിക്ക്. രാധിക, ദേവേട്ടന് ഒരു കുറവും വരാതെ നോക്കാൻ ഇവിടെ ഞാനുണ്ട് ദേവേട്ട. ഇതാ ദേവേട്ട, ഇത് കുടിക്ക്. എന്താ പാല ദേവേട്ട? വേണ്ട, ഒരുപാട് ഔഷധങ്ങളൊക്കെ ചേർത്തതാ. എനിക്ക് വേണ്ട. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ആശുപത്രി കിടന്ന ദിവസങ്ങളിലൊന്നും നേരെ ചൊവ്വേ ഒന്നും കഴിച്ചില്ലല്ലോ. ആരോഗ്യം നോക്കണ്ടേ? എനിക്ക് വേണ്ട. ദേവേട്ടന് വേണ്ടി ഞാൻ പ്രത്യേകിച്ച് ഉണ്ടാക്കിക്കൊണ്ടുവന്നതാ. ഇത് കുടിച്ച ക്ഷീണം ഒക്കെ മാറും. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? കുറച്ചെങ്കിലും കുടിക്ക് ദേവേട്ട. വേണ്ട വേണ്ടെന്ന് അച്ഛൻ എത്ര നേരമായി പറയുന്നു. എന്തിനാ നിർബന്ധിക്കുന്നേ? അച്ഛൻ വരൂ, നമുക്ക് റൂമിലേക്ക് പോവാം. യമുനെ എവിടെ അകറ്റിയ നീ തകരുമെന്ന് എനിക്ക് അറിയായിരുന്നു മഹാദേവ. പക്ഷെ ഇങ്ങനെ തകർന്ന് തരിപ്പണാകൂന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. ഇനി ഒരിക്കലും നിന്റെ ജീവിതത്തിൽ നീ ഇരുളകലാൻ പോകുന്നില്ല. വെളിച്ചം ഇനി നിനക്ക് വിധിച്ചിട്ടില്ല മഹാദേവ.
ദേവേട്ട. ആഹാ, ദേവേട്ടൻ ഇന്ന് നേരത്തെയാണല്ലോ. ദാ ദേവേട്ട കോഫി. ആഹാ, എന്റെ ദൈവമേ, നല്ല ചന്തണ്ട്. കണ്ടിട്ടേ കണ്ടെടുക്കാൻ തോന്നുന്നില്ല. ഈ ദേവേട്ടന്റെ ഒരു കാര്യം. അച്ഛാ, എന്താ എന്തു പറ്റി? ഈ മുറിയാകെ യമുനയുടെ ഓർമ്മകളും മണവും നിറഞ്ഞു നിൽക്കുന്ന എനിക്ക് തോന്നുന്നു. അവൾ ഇവിടെ ഇല്ലെന്ന് ഓർക്കുമ്പോ താങ്ങാൻ പറ്റുന്നില്ല അച്ഛന്. അച്ഛനെ പിരിഞ്ഞിട്ട് അമ്മയും ഇതുപോലെ സങ്കടപ്പെടുന്നുണ്ടാവില്ലേ? അധിക നാളിങ്ങനെ മാറി നിൽക്കാൻ അമ്മയ്ക്ക് പറ്റുമോ അച്ഛാ? അമ്മ വരും. അച്ഛൻ ഒന്നും ആലോചിക്കണ്ട, കുറച്ചു നേരം റെസ്റ്റ് എടുക്ക. ശരീരവും മനസ്സും ഒട്ടും സ്ട്രെയിൻ ചെയ്യരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. അച്ഛൻ കിടന്നേ. മോളെ, എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. മീര, ദേവൻ സാർ എന്തു പറയുന്നു? ഹോസ്പിറ്റലിൽ വിട്ട് വീട്ടിലെത്തിയപ്പോ സാറ് കംഫർട്ടബിൾ ആയിട്ടുണ്ടാവും അല്ലേ? ഇല്ല ഗൗതം, അച്ഛനെ അത് കൂടുതൽ ഡിസ്റ്റർബ് ചെയ്തിട്ടേ ഉള്ളൂ. മുറിയിൽ ചെന്ന് കയറിയത് മുതൽ യമുനാമ്മ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് അച്ഛൻ. നാച്ചുറലി മീര, അത് പിന്നെ ഇല്ലാതിരിക്കൂ. ശരിക്കും ലവ് ബേർഡ്സ് ആയിരുന്നു അവര് രണ്ടുപേരും. ഇത്ര മനോഹരമായ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഞാൻ കണ്ടിട്ടേ ഇല്ല. അച്ഛന് കാഴ്ചശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും അമ്മ അച്ഛൻ കണ്ടെത്തിയേനെ. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അച്ഛനെ കണ്ട വേറെ ആരോ ആയി മാറിപ്പോയ പോലെ. ആരെയും കൂസാതെ തലയെടുപ്പോടെ ജീവിച്ച ആളായിരുന്നു എന്റെ അച്ഛൻ. സ്മാർട്ട് ആൻഡ് ടാലന്റഡ് ബിസിനസ്മാൻ, രാധിക ഗ്രൂപ്പിന്റെ ചെയർമാൻ, മഹാദേവൻ, എല്ലാവർക്കും റോൾ മോഡൽ. ആ അച്ഛൻ ഇങ്ങനെ കുട്ടികളെ പോലെ കരയുന്നത് കാണുമ്പോ, ഇങ്ങനെ തളർന്നു വീണ പോകുന്നത് കാണുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഗൗതം. മീര, കരയാതെ. അച്ഛന്റെ മോള താൻ. അച്ഛൻ പതിയെ പതിയെ പഴയ ജീവിതത്തിലേക്ക് റീകൂപ്പ് ചെയ്യുന്നതുവരെ അച്ഛന്റെ അതേ സ്ട്രെങ്തോടെ താൻ നിന്നേ പറ്റൂ. വീട്ടിലെ കാര്യങ്ങളിലായാലും ഓഫീസ് കാര്യങ്ങളിലായാലും. അമ്മ ഓർക്കുമ്പോഴ
ധൈര്യം മുഴുവൻ ചോർന്നു പോകുന്നത്. അമ്മ സ്വയം തീരുമാനിച്ച് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയതായിരുന്നെങ്കിൽ തീർച്ചയായും ഇതിനകം വന്നേനെ ഗൗതം. എന്ത് പ്രശ്നത്തിന്റെ പേരിലായാലും ഇത്രയും നാൾ തിരികെ വരാതിരിക്കാൻ അമ്മയ്ക്കാവില്ല. അതെനിക്ക് ഉറപ്പാ. അതുകൊണ്ട് അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നത്. അമ്മയ്ക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ എന്തോ തടസ്സം വന്ന് പെട്ടിട്ടുണ്ടാവും. ആരോ തിരിച്ചിവിടേക്ക് വരുന്നതിൽ നിന്ന് അമ്മയെ തടഞ്ഞു വെച്ചിട്ടുണ്ടാവും. എന്റെ മനസ്സിൽ ചില സംശയങ്ങളുണ്ട് ഗൗതം. എന്താ മീര? അമ്മയും അച്ഛനെയും എങ്ങനെയും ദ്രോഹിക്കണമെന്ന് കരുതി നടക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ ഈ ലോകത്ത്. അതാ സ്വപ്നയാ. ഒരാപത്തും ഇല്ലാതെ അമ്മ ഈ വീട്ടിൽ തിരിച്ചെത്തണം. എങ്കിൽ അച്ഛന്റെ നഷ്ടപ്പെട്ടു പോയ ധൈര്യവും ആത്മവിശ്വാസവും പാതിയെങ്കിലും തിരിച്ചു കിട്ടിയേനെ. നമുക്ക് അന്വേഷിക്കാം മീര. യമുന മാഡത്തെ നമുക്ക് കണ്ടെത്താം. താൻ സമാധാനമായിട്ടിരിക്കെ. യമുന മാഡം എവിടെ? യമുന മാഡത്തെ നിങ്ങൾ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചിരിക്കാന്നാ ചോദിച്ചത്. മനസ്സിലായില്ല. ഓ, ഒരുപാടങ്ങ് നടിച്ചു ബുദ്ധിമുട്ടണ്ട. നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്നും വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ സംസാരിക്കുന്നത്. യമുന മാഡത്തെ മര്യാദയ്ക്ക് ഈ വീട്ടിൽ തിരിച്ചെത്തിച്ചാൽ അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇതിന്റെ പിന്നിൽ നിങ്ങളാണെന്ന് ഞാൻ ആരോടും പറയാതിരിക്കാം. പക്ഷേ അതല്ല, ഈ തട്ടിക്കൊണ്ടുപോകൽ നാടകം ഇനിയും തുടരാനാണ് ഭാവമെങ്കിൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് പൊളിച്ചടുക്കും ഞാൻ. അതുകൊള്ള യമുന എവിടെയോ ഇറങ്ങിപ്പോയതിന് ഞാൻ എന്ത് പിഴച്ചു? ഒരു കത്തെഴുതി വെച്ചിട്ടാ അവൾ ഈ വീട് വിട്ട് പോയതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാ. ആവശ്യമില്ലാതെ എന്നെ പഴിച്ചരാൻ നോക്കണ്ട. നിക്ക്. നിങ്ങൾ ഈ വീട്ടിൽ കാലെടുത്ത് വെച്ച ദിവസം മുതൽ യമുന മാഡത്തെ ടോർച്ചർ ചെയ്യുന്ന കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. യമുന മാഡത്തെ കാണാതായതിന് പിന്നിൽ നിങ്ങൾ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാ. വീട് വിട്ട് ഇറങ്ങി പോകുന്നതിന് മുൻപ് യമുന എഴുതി വെച്ച ആ കത്ത് പ്രീതി വായിച്ചത് നീയും കേട്ടതല്ലേ? അതിൽ അവൾ എന്റെ പേര് എഴുതി വെച്ചിരുന്നോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ നീ ഈ പറയുന്നത് മുഴുവൻ വെറും ആരോപണങ്ങൾ മാത്രം. അതിനോടൊന്നും പ്രതികരിക്കേണ്ട കാര്യം ഇല്ല എനിക്ക്. പോയി പണി നോക്കട ചെക്ക. വന്നിരിക്കുന്നു കള്ളനും പോലീസും കളിക്ക്. ഞാൻ പോലീസൊന്നുമല്ല. പക്ഷെ നിങ്ങളൊരു കള്ളിയാ, പേരും കള്ളി. അത് തെളിയിക്കാൻ വേണ്ട മരുന്നൊക്കെ കരുതി തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. അന്നെന്നെ ബീച്ചിൽ വിളിച്ചു വരുത്തി മീരയുടെ മുന്നിൽ വെച്ച് കാര്യങ്ങൾ തെളിയിക്കാൻ ശ്രമിച്ചിട്ട് എന്താ സംഭവിച്ചത്? ഇനി അഥവാ യമുനയെ കടത്തിക്കൊണ്ടുപോയി ഞാൻ എവിടെയെങ്കിലും ഒളിവിൽ പാർപ്പിച്ചിരിക്കുകയാണെന്ന് തന്നെ ഇരിക്കട്ടെ, അതൊക്കെ കണ്ടെത്താനും തെളിയിക്കാനും നീ പോരാ. ചിറ്റൂർ സരോജ എന്ന പേരില് യമുന മാഡത്തിന് വന്ന ഫോൺ കോളുകൾക്ക് പിന്നിൽ നിങ്ങളായിരുന്നു എന്ന് തെളിഞ്ഞാൽ മാത്രം മതി നിങ്ങളുടെ പൂച്ച് പുറത്താവാൻ. ആ കോൾസ് വന്ന നമ്പർ ട്രേസ് ചെയ്ത് വിളിച്ച സ്ത്രീയെയും ഞാൻ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അവരുടെ പേര് മല്ലിക.
നിങ്ങളുടെ നിർദ്ദേശപ്രകാരം ആ സ്ത്രീ ഇപ്പൊ ഒളിവിൽ പോയിരിക്കുകയാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ അവര് മാളത്തിൽ നിന്ന് ഇറങ്ങുമല്ലോ, അന്ന് പിടി വീണിരിക്കും. അവർക്കും നിങ്ങൾക്കും. അതിനു മുൻപ് യമുന മാഡം ഈ വീട്ടിലെത്തണം. ഒരാപത്തും കൂടാതെ മാഡം തിരിച്ചെത്തിയാൽ മാത്രം കാദംബരി മുത്തശ്ശി ഓർത്ത് നിങ്ങളോട് ഞാൻ ക്ഷമിക്കാം. തലയിരിക്കുമ്പോഴേ വാലാടി തുടങ്ങി. നിർത്തിത്തരാടാ. എന്നെക്കുറിച്ച് നീ കണ്ടുപിടിച്ചതിലേറെ എനിക്ക് നിന്നെക്കുറിച്ചാ കണ്ടുപിടിക്കാനുള്ളത്. അന്ന് നിന്റെ അമ്മ ഇവിടെ വന്നപ്പോഴേ ഞാനത് കുറിച്ചിട്ടതാ മനസ്സിൽ. പിടി വീഴുന്നതും പടിയിറങ്ങേണ്ടി വരുന്നതും എനിക്കല്ല, നിനക്കായിരിക്കും. ഏതവസ്ഥയിലാ അവള്? കരഞ്ഞും പട്ടിണി കിടന്ന ഒരു കോലമായിട്ടുണ്ട് മാഡം. നീയപ്പോ പട്ടിണി സമരം അവസാനിപ്പിച്ചിട്ടില്ല അല്ലേ? ദേവേട്ടന്റെ അവസ്ഥ എന്താണെന്നറിയാതെ എനിക്ക് പച്ചവെള്ളം പോലും ഇറങ്ങില്ല സ്വപ്ന. എന്നെ ഒന്ന് വിട്ടയക്ക്. ഞാൻ ദേവേട്ടനെ ഒന്ന് പോയി കണ്ടോട്ടെ. ആ പാവത്തിനെ നീയും നിന്റെ ആൾക്കാരും കൂടി ദ്രോഹിച്ചു എന്നറിഞ്ഞപ്പോ മുതല് തീ എന്റെ മനസ്സിൽ. ദേവേട്ടന്റെ അവസ്ഥ എന്താണെന്നെങ്കിലും ഒന്ന് പറയാം, ഞാനൊന്ന് അറിഞ്ഞോട്ടെ. ഇത്രയ്ക്ക് ഓവർ റിയാക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ ഒന്നും അല്ല. ചത്തിട്ടില്ല, തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. പക്ഷേ നീ ഒത്തിരി അങ്ങ് സന്തോഷിക്കാൻ വരട്ടെ. ഇതിനേക്കാളും നല്ലത് മരണം തന്നെയായിരുന്നു എന്ന് തോന്നാൻ പാകത്തിനുള്ള ജീവിതവാ അയാളിപ്പോ ജീവിക്കുന്നത്. നിന്റെ ഭർത്താവ് ഇപ്പോ ഒരു കുരുടനാ, കണ്ണുപൊട്ടനാ. കുറച്ചുകൂടെ മാന്യമായി വേണമെങ്കിൽ നമുക്ക് അന്ധനെന്ന് പറയാം. പക്ഷേ ആ മാന്യത പോലും മഹാദേവൻ അർഹിക്കുന്നില്ല. അതാണ് സത്യം. പാവം, പെട്ടെന്നൊരു ദിവസം കണ്ണു കാണാതായാൽ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല യമുന. ആ ശരിക്കും വലിയ കഷ്ടമായി പോയി ദേവന്റെ കാര്യം. ആ പറഞ്ഞിട്ടെന്ത് കാര്യം? അവനവൻ ചെയ്തു കൂട്ടുന്ന പാപത്തിന്റെ ഫലം അവനവൻ അനുഭവിച്ചല്ലേ പറ്റൂ. ഇല്ല, ദേവേട്ടൻ ഒരു പാപവും ചെയ്തിട്ടില്ല. അത് നീ പറഞ്ഞാ പോരാ. മഹാദേവൻ കാരണം മനസ്സ് വേദനിക്കേണ്ടി വന്നത് എനിക്ക് മാത്രമല്ല, ആ കൂട്ടത്തിൽ വേറെ ആൾക്കാരുണ്ടെന്ന് കൂട്ടിക്കോ. ഏതിനും ചെയ്തതിനെല്ലാം എണ്ണി എണ്ണി അനുഭവിക്കാതെ മഹാദേവൻ ചാവില്ലടി. പ്രാണവേദനയിൽ പിടയുന്ന എലിയെ പൂച്ച തട്ടിക്കളിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ എനിക്ക് തട്ടിക്കളിക്കാൻ വേണ്ടി മാത്രമാ ദൈവം നിന്റെ ഭർത്താവിന് ആയുസ് നീട്ടിക്കൊടുത്തത്. ഇല്ല, അങ്ങനെ നിനക്ക് തട്ടിക്കളിക്കാൻ ഏതവസ്ഥയിലും ദേവേട്ടൻ നിന്ന് തരാൻ പോകുന്നില്ല. എന്ന് മാത്രമല്ല,
ചെയ്യുന്ന ദ്രോഹങ്ങൾക്കൊക്കെ നിന്നെ കൊണ്ട് സമാധാനം പറയിപ്പിച്ചിരിക്കും അദ്ദേഹം. നോക്കിക്കോ. മണ്ടത്തരം പറയല്ല യമുന. വീടും ഓഫീസും ഭരിച്ചു നടന്ന പഴയ അഹങ്കാരിയായ മഹാദേവനല്ല ഇപ്പൊ അയാള്. ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ഒരടി മുന്നോട്ട് വെക്കണമെങ്കിൽ പോലും പരസഹായത്തിനായി കാത്തു നിൽക്കേണ്ട ഗതികെട്ടൊരു മനുഷ്യനാ ഇപ്പൊ മഹാദേവൻ. അയാളാണോ എന്നെ കൊണ്ട് സമാധാനം പറയിപ്പിക്കാൻ പോകുന്നത്? ഭർത്താവിനെ കുറിച്ച് ഇനി വലിയ പ്രതീക്ഷകളൊന്നും വേണ്ട. സ്വന്തം കാര്യം നോക്കാൻ പോലും ശേഷിയില്ലാത്ത ആളാണോ ഇനി വീട്ടുകാര്യവും ഓഫീസ് കാര്യവും നോക്കാൻ പോകുന്നത്? മഹാദേവന്റെ പ്രതാപകാലം അവസാനിച്ചു. അയാളുടെ അസ്തമനം അടുത്തു. അങ്ങനെ കരുതിയാ മതി. ഇല്ല, ഒരിക്കലുമില്ല. ദേവേട്ടന് കാഴ്ച നഷ്ടപ്പെട്ടെങ്കിൽ അകക്കണ്ണായി കൂടെ നിൽക്കാൻ ഞാനുണ്ട്. ഞങ്ങളുടെ മക്കളുണ്ട്. മക്കളുടെ കാര്യത്തിൽ ഞാൻ ഉടനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. പിന്നെ നീ തുനിഞ്ഞിറങ്ങിയാൽ വേണമെങ്കിൽ മഹാദേവന്റെ തൃക്കണ്ണാകുമെന്ന് എനിക്കറിയാം. പക്ഷേ അതിന് നിന്നെ ഞാൻ ഇവിടുന്ന് പോകാൻ അനുവദിച്ചിട്ട് വേണ്ടേ? എന്റെ ഈശ്വര, എന്നാലും ദേവേട്ടനെ ഗതി വന്നല്ലോ ഭഗവാന്.